അയാൾക്ക് തലവേദനയോ വയറുവേദനയോ പുറം വേദനയോ ഊരവേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥ ഉറക്കക്കുറവോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നു. എന്തിനാ കാണിക്കുന്നത്? അയാൾ അനുഭവിച്ച പ്രയാസം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രയാസം മാറാൻ വേണ്ടി ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടർ അയാളെ ലാബിലേക്ക് പറഞ്ഞേക്കുന്നു. മൂത്ര പരിശോധന നടത്തിയിട്ട് അയാൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്നോ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലാണെന്നോ, അല്ലെങ്കിൽ തൈറോയ്ഡ് കൂടുതലാണെന്നോ, അല്ലെങ്കിൽ പ്രമേഹം കൂടുതലാണെന്നോ, അല്ലെങ്കിൽ മറ്റെന്താ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് കൊടുക്കുന്നു. വാസ്തവത്തിൽ ഇയാൾ ആവശ്യം എന്താണ്? അയാൾ അനുഭവിച്ച പ്രയാസം മാറൽ. അയാൾ അനുഭവിച്ച ഒരു പ്രയാസം തലവേദനയായിരിക്കാം, ഉരവേദനയായിരിക്കാം, പുറവേദനയായിരിക്കാം, എന്തെങ്കിലും അസ്വസ്ഥയായിരിക്കും ഇയാളുടെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനാണ് രോഗി ചികിത്സകനെ സമീപിച്ചത്. ഇതേപോലെ ഒരു രോഗി ഇതേ ചികിത്സകൻ എന്ന് വെച്ചാൽ ഒരു 19 കൊല്ലം മുമ്പേ ഒരു ആയുർവേദ ഡോക്ടർ കാണുകയാണെങ്കിൽ അയാൾ എന്താ ചെയ്യുക? നാടി പിടിച്ച് നോക്കി ചികിത്സിക്കും. അപ്പോൾ ആയുർവേദത്തിൽ രക്തപരിശോധന മൂത്രപരിശോധന ഉണ്ടോ? ഇല്ല. ഇതേപോലെ ഒരു 50-60 കൊല്ലം മുമ്പേ നമ്മുടെ നാട്ടിൽ ഹോമിയോ ഡോക്ടർമാരുണ്ടായിരുന്നു. ആ ഹോമിയോ ഡോക്ടർ കണ്ടിരുന്നെങ്കിൽ അവരും മൂത്ര പരിശോധന നടത്തില്ല. അപ്പം ആയുർവേദ ചികിത്സയിലും ഹോമിയോപതി ചികിത്സയിലും യുനാനി ചികിത്സയിലും ഒക്കെ തന്നെ രോഗപരിശോധന എന്നുള്ളതിന് ഇപ്പോൾ ഉള്ള ലാബ് ടെസ്റ്റിനെ ആശ്രയിച്ചല്ല പരിശോധന. അതിന് വേറെ തന്നെ ഒരു രീതിശാസ്ത്രമാണുള്ളത്. ഇതേപോലെ അക്യുപങ്ക്ചറിന് രോഗനിർണയത്തിന് പൾസ് ഡയഗ്നോസിങ് ഒരു രീതിയുണ്ട്. അതുകൂടാതെ അക്യുപങ്ക്ചറിന് ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ് വേറെ രീതിയുണ്ട്. അപ്പോൾ അക്യുപങ്ക്ചർ സ്വന്തമായി ഡയഗ്നോസിങ് രീതി ഉള്ളത് കൊണ്ട് നിലവിലുള്ള മറ്റ് വൈദ്യശാസ്ത്രങ്ങളുടെ ഡയഗ്നോസിങ് രീതി ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരാൾക്ക് അലോപ്പതി രീതിയിലുള്ള ഡയഗ്നോസിസ് നടത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഡയഗ്നോസിസ് നടത്തിയിട്ട് അയാൾ ചികിത്സ ആരംഭിച്ചാൽ എത്ര കാലം കൊണ്ട് രോഗം മാറുന്നുണ്ടെന്ന് ചോദിക്കുന്നത് വലിയ തമാശയായ ചോദ്യമാണ്. കാരണം രോഗം മാറുന്നില്ല. ഒരാൾക്ക് സന്ധിവേദനയായിക്കൊണ്ട് യൂറിക് ആസിഡ് പ്രഖ്യാപിച്ചാൽ പിന്നെ യൂറിക് ആസിഡ് അയാൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയാണ്. അല്ലെങ്കിൽ തൈറോയ്ഡ് എന്ന് പ്രഖ്യാപിച്ച് തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്ന് താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും രോഗം പരിപൂർണമായി സുഖപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ കേരളത്തിൽ വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന ആളുകൾ അവർ നിങ്ങളീ പറഞ്ഞ പോലെ ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് അവർ ചികിത്സിക്കുന്നു, പക്ഷേ രോഗം സുഖപ്പെടുന്നില്ല. അയാൾ നിത്യരോഗിയായി മാറുന്നു, നിത്യം മരുന്ന് കഴിക്കേണ്ട വ്യക്തിയായി ജീവിക്കുന്നു. അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു ജീവിതം മാത്രം അയാൾക്ക് ലഭിക്കുന്നു. അവസാനം ഈ കഴിച്ച മരുന്നൊക്കെ കൂടി ഒരു വലിയ പുതിയ പ്രയാസങ്ങളും പുതിയ രോഗങ്ങളും ഉണ്ടാക്കുന്നു. അപ്പൊ ഈ സാഹചര്യം അക്യുപങ്ക്ചറിനില്ല. അക്യുപങ്ക്ചറിനെ സംബന്ധിച്ച് മരുന്നില്ലാ ചികിത്സയാണ്. ഈ പറയപ്പെടുന്ന ലാബ് ടെസ്റ്റിനെ ആശ്രയിച്ചല്ല രോഗം ചികിത്സിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരാൾ ഒരു പ്രയാസം അനുഭവിക്കുന്നു, ആ പ്രയാസം എന്താണെന്ന് അയാൾക്ക് രോഗിക്ക് അറിയാം. തലവേദന, കാലുവേദന, പുറംവേദന, ഉറക്കമില്ലായ്മ, രാത്രി അമിതമായി മൂത്രമൊഴിക്കുന്നു, വല്ലാതെ മെലിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അമിതമായി മധുരം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ അസ്വസ്ഥതകളെ കൃത്യമായി നിരീക്ഷിച്ച് അതിനെ പൾസ് ഡയഗ്നോസിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ്ങോ നടത്തിയിട്ട് അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആ രോഗം സുഖപ്പെടുന്ന സമയത്ത് ഒരിക്കലും ലാബ് ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഏതുപോലെ ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരും യുനാനി ഡോക്ടർമാരും അവർക്ക് മരുന്ന് നിർണ്ണയിക്കണമെങ്കിൽ ലാബ് ടെസ്റ്റിനെ ആശ്രയിക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ ഒരു അക്യുപങ്ക്ചർ ചികിത്സയെ സംബന്ധിച്ച് അയാൾക്ക് ഒരു പോയിന്റ് സെലക്ട് ചെയ്യാൻ ലാബ് ടെസ്റ്റിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അയാൾക്ക് കൃത്യമായ രോഗനിർണയ ഉപാധി, പൾസ് ഡയഗ്നോസിങ്, ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ് ഒക്കെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുന്നത് കൊണ്ട് അയാൾക്ക് ലാബ് പരിശോധന ആവശ്യമില്ല. ഇപ്പോൾ ആധുനികമായി രോഗി എന്തിനാണ് ചികിത്സയ്ക്ക് പോയത്? അയാൾ അനുഭവിച്ച പ്രയാസം മാറാൻ. ആ പ്രയാസം അലോപ്പതി മരുന്ന് കഴിച്ച് മാറുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലികമായി മാറുന്ന പോലെ കാണുന്നെങ്കിലും പിന്നെയും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ, നിങ്ങൾ ആ അക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് പോകുമ്പോൾ അയാൾ ലാബ് ടെസ്റ്റിനെ ആശ്രയിക്കുന്നില്ല. അയാൾക്ക് അക്യുപങ്ക്ചറിസ്റ്റ് വേറെ ഒരു രോഗനിർണയമാണുള്ളത്. ആ രോഗനിർണയം ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുന്നു. രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പൂർണ്ണമായി സുഖപ്പെടുന്നു. പിന്നെ അക്യുപങ്ക്ചർ പോലും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു.